കൂട്ടുകാരെ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇത് കണ്ടോ, സൂക്ഷിച്ച് നോക്കി ആണോ, അടിപൊളി സാധനം. ഇതൊന്നും അറിയാമോ? ഇതാണ് ക്യാബേജ് തോരൻ. അപ്പോൾ നമ്മൾ എപ്പിസോഡുകളിൽ തോരനുകളാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് അതിനകത്ത് ഒരു ഐറ്റമാണ് ക്യാബേജ് തോരൻ. അപ്പം കൂട്ടുകാരെ, നമുക്കേ ഈ ക്യാബേജ് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം അജിത നിങ്ങളെ ആ വീഡിയോയിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പം എല്ലാവരും മറക്കരുത്, ചാനൽ എന്തൊക്കെയാ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഓക്കെ, ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായപ്പോൾ കടുക്, ഉഴുന്ന് പരിപ്പ്, കടുക് വറുക്കുന്നത് നമുക്ക് ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഓക്കെ, കടുക് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കപ്പോഴത്തേക്കിന് അരപ്പിന് വേണ്ടി നമ്മൾ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഉപ്പ് ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം. ക്യാബേജ് തോരന് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത് ക്യാബേജ്, ഒരു സവാള, 2 പച്ചമുളക്, ഇത്രയാണ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വാടി അടച്ചിട്ടുകാരെ പറ്റത്തില്ല. ഇതിലുള്ള നല്ലതായിട്ടൊന്ന് വാടിയിട്ട് നമ്മൾ ഒരു കപ്പില് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്ത് ചേർക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമ്മളെ അടച്ചു വെക്കാതെ ഇങ്ങനെ ഇട്ട് ഒരു 2 സെക്കൻഡൊക്കെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേന് നമ്മുടെ ചുവന്നുള്ളി ഒന്ന് വാടും. ഇനി നമുക്ക് അടച്ചു വെക്കാം. തുറന്നു നോക്കാമേ. നമുക്ക് ക്യാബേജ് ഇങ്ങനെയും തോരൻ വെക്കാം. സവാളയും പച്ചമുളകും ചേർക്കാതെ ക്യാബേജും പയറും അരപ്പും മാത്രം ചേർത്ത് തോരൻ വെക്കാം. അല്ലാതെ പയറില്ലാതെ, ഗ്യാസൊക്കെ ഉള്ള പ്രശ്നമുള്ളവർക്ക് പയറില്ലാതെ ക്യാബേജും സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞ് മഞ്ഞൾപ്പൊടി, ഉപ്പും തേങ്ങയും കൂടെ ചേർത്ത് കടുക് വറുത്തിട്ട് ആവി വേവിച്ചിടുക. 2-3 രീതി ക്യാബേജ് തോരൻ വെക്കാം. പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് ക്യാബേജ് ഒത്തിരി കൂട്ടായിരിക്കുന്നതായിരിക്കും നല്ലത്. ക്യാബേജ് തൈറോയിഡിന് പ്രശ്നമാണെന്നാണ് കേൾക്കുന്നത്, കറക്റ്റ് നമുക്കറിയത്തില്ല. നമുക്ക് തുറന്നു നോക്കാം. അപ്പം ഓണം സദ്യക്ക് നമ്മളൊക്കെ എളുപ്പത്തിന് വെക്കുന്ന ഒരു തോരനാണ് ക്യാബേജ് തോരൻ. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ റെസിപ്പി കാണിക്കുന്നത്. അപ്പം ക്യാബേജ് തോരൻ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി റെഡിയാക്കി നോക്കണം. നമ്മുടെ നേരത്തെയുള്ള വീഡിയോകൾ എല്ലാവരും കാണണം. ചാനലിൽ പോയി കുറേ തോരൻ്റെയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. പുതിയൊരു വീഡിയോയിലൂടെ കാണും വരെ എല്ലാവർക്കും ബൈ. അമ്പാടിയേ ബാ, വന്ന് ഉപ്പ് നോക്കിയേ. അമ്പാടിക്ക് ഉപ്പ് നോക്കാൻ കൊടുക്കട്ടെ. നമ്മൾ അമ്പാടി എവിടുത്തെ ടെസ്റ്റ് ഒന്നും ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞില്ല. അമ്പാടി ബാ, ഉപ്പ് നോക്ക്. അമ്പാടിക്ക് ഉപ്പൊക്കെ കൊടുക്കട്ടെ കേട്ടോ. അമ്പാടിയുടെ കയ്യാ പൊള്ളുന്നെങ്കിൽ ഇച്ചിരി പൊള്ളട്ടെ. അമ്പാടി നോക്കിയിട്ടേ ശകലം ഉപ്പ് കുറവുണ്ടെന്ന് പറഞ്ഞായിരുന്നേ. നമ്മളത് 2 ഇച്ചിരി ഉപ്പ് ഇട്ടത്. നമുക്കിത് ഇളക്കി ആണോ, ഒരു ശകലം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. നമ്മുടെ തോരൻ ഒരു ശകലം പോലും അടുക്കി പൊട്ടിട്ട് ഇതെല്ലാം ആവി വേവുന്ന കാര്യമാണേ. മുമ്പേ ഒന്ന് പറഞ്ഞ് പിന്നെ ഉപ്പുമൊക്കെ നോക്കി അമ്പാടിയെ വിളിച്ചതൊക്കെ. അതുകൊണ്ട് ഒന്നും കൂടെ എല്ലാവരും ഓർമ്മിപ്പിക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റുകൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.